everybody. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മൊബൈൽ നമ്പർ എങ്ങനെ പോർട്ട് ചെയ്യാം. അതായത് ഒരു സർവീസ് പ്രൊവൈഡറിൽ നിന്നും വേറൊരു സർവീസ് പ്രൊവൈഡറിലേക്ക് നമുക്ക് നമ്പർ മാറ്റമില്ലാതെ ചേഞ്ച് ചെയ്യാം. പല കാരണങ്ങൾ കൊണ്ട് ചേഞ്ച് ചെയ്യായിരിക്കാം. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വേണ്ട രീതിയിൽ കോളിന് റേഞ്ച് കാണില്ല, ചിലപ്പോൾ ഡാറ്റ അതായത് നെറ്റിന് റേഞ്ച് കാണില്ല, ചിലപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് വെക്കുന്ന ഒരു സിം ആയിരിക്കാം. ആ സിം നമ്മൾ നമ്പർ കളയാൻ താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ നമുക്കത് റീചാർജ് ചെയ്ത് മിനിമം എമൗണ്ട് റീചാർജ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. BSNL ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് റീചാർജ് ചെയ്യിക്കാം, വാലിഡിറ്റി പോവാതെ വളരെ ചെറിയ എമൗണ്ടിൽ. പക്ഷെ മറ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് നമ്മൾ മിനിമം ഒരു 40-50 രൂപ എല്ലാ മാസവും റീചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം നമ്മളെ അധിക ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ചിലർ BSNL റീചാർജ് ചെയ്യും. അങ്ങനെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഏത് കണക്ഷൻ ആണോ ആ കണക്ഷനിലോട്ട് നമ്മൾ പോർട്ട് ചെയ്യാൻ താല്പര്യം കാണും. അങ്ങനെ നമുക്ക് പോർട്ട് ചെയ്തെടുക്കാം. പോർട്ടിങ്ങിന് വേറൊരു പ്രത്യേകത, ഒരു പ്രാവശ്യം പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 months കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത ആ നമ്പർ തന്നെ വീണ്ടും പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പോർട്ടിങ്ങിന് നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇത് പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഏത് മൊബൈലാണോ ഏത് നമ്പറാണോ നിങ്ങൾക്ക് പോർട്ട് ചെയ്യേണ്ടത് ആ നമ്പറും അതിനകത്ത് മിനിമം ഒരു SMS അയക്കാനുള്ള ഒരു ബാലൻസും നമുക്ക് ഉണ്ടായിരിക്കണം. ആ ബാലൻസ് വെച്ച് നമുക്ക് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ആ നമ്പർ പോർട്ട് ചെയ്യാതെ വെറുതെ ഒരു ഡെമോ കാണിച്ചതേ ഉള്ളൂ. അതിന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പോർട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ പോർട്ട് ചെയ്യുന്നത് അത് 1900 എന്നുള്ള നമ്പറിലേക്ക് നമ്മൾ SMS അയക്കണം. അപ്പം നമുക്ക് അതിന് ഒരു UPC കോഡ് നമുക്ക് SMS ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യും. ആ കോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമയം കാണും, ഒരു 7 ദിവസത്തിനകം നമ്മൾ എന്തായി, നമ്മൾ ഏതെങ്കിലും നമുക്ക് ഏത് സിമ്മാണോ ഏത് സിമ്മിലേക്കാണോ മാറാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഷോറൂമിലോ അല്ലെങ്കിൽ സിം പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകളിലോ നമുക്ക് ചെന്ന് നമ്മൾ ID പ്രൂഫും നമ്മളൊരു ഫോട്ടോയുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സിം കിട്ടും. ആ പുതിയ സിം നമുക്കൊരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് ആക്ടിവേറ്റ് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ പഴയ നമ്പർ നിലനിൽക്കുകയും ചെയ്യും, നമുക്ക് പുതിയ നെറ്റ്വർക്ക് പ്രൊവൈഡറിലേക്ക് മാറാൻ കഴിയുകയും ചെയ്യും. ഇതാണ് നമുക്കിവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. കൂടാതെ നമുക്ക് BSNL മാറുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു 1 year നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് 1 year ഉപയോഗിക്കാൻ വളരെ കുറഞ്ഞ ചിലവിൽ, 365 രൂപയ്ക്ക് 365 കലണ്ടർ ഡേയ്സ് നമുക്ക് വാലിഡിറ്റി ഉള്ള സിം ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ഉപയോഗമേ ഉള്ളൂ. നമ്മൾ ആ സിം ഒരു നമ്മളെ പ്രൈമറി സിം ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കണം, എന്നാൽ അധികം റീചാർജ് ചെയ്യാൻ കഴിയില്ല. മറ്റ് വേറെ ജിയോയോ അങ്ങനെ സപ്പോർട്ടിംഗ് സിമ്മുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം പ്ലാനുകളിലേക്ക് നമുക്ക് അവലംബിക്കാം. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. വളരെ മറ്റുള്ളവർക്ക് ഉപകാരമാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത്